മറിയ ഏകദേശം 3 മാസം എലിസബത്തിനൊപ്പം താമസിച്ചു. എലിസബത്തിന് ദൈവം ഒരു മകനെ നൽകി. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോട് കൂടെ സന്തോഷിച്ചു. ലൂക്കോസ് 1:58. ഇന്ന് പലപ്പോഴും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കാത്തവർ അവ ലഭിക്കുന്നവരോട് അസൂയപ്പെടുന്നതും വിമർശിക്കുന്നതും കാണാറുണ്ട്. എലിസബത്തിന്റെ അയൽക്കാർ അങ്ങനെ ആയിരുന്നില്ല എന്നത് അതിശയമായിരിക്കുന്നു. സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കുവാൻ പലർക്കും സാധിക്കാറില്ല. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ മനഃപൂർവമായി നാം പങ്കുചേരുക. 8-ാം നാളിൽ അവർ പൈതലിനെ പരിച്ഛേദന ചെയ്യുവാൻ കൊണ്ടുവന്നു. അപ്പന്റെ പേര് പോലെ തന്നെ അവന് സെക്കരിയാവ് എന്ന് പേര് വിളിക്കുവാൻ അവർ ഭാവിച്ചു. അവന്റെ അമ്മയോ അല്ല, അവന് യോഹന്നാൻ എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അവർ അവളോട്, നിന്റെ ചാർച്ചയിൽ ഈ പേരുള്ളവർ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവന് എന്തു പേര് വിളിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അപ്പനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലക ചോദിച്ചു. അവന്റെ പേർ യോഹന്നാൻ എന്നെഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവന്റെ വായും നാവും തുറന്നു. അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ചുറ്റും പാർക്കുന്നവർക്കെല്ലാം ഭയമുണ്ടായി. യഹൂദ മലനാട്ടിൽ എങ്ങും ആ വാർത്ത പരന്നു. കേട്ടവരെല്ലാം അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്താകും എന്നു പറഞ്ഞു. കർത്താവിന്റെ കൈ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ മൗനവും പേരിടലുമൊക്കെ ഒരു വലിയ അത്ഭുതമായി എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിന്നു. സെക്കരിയാവിന് തന്റെ ശബ്ദം തിരികെ കിട്ടിയിരിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത്, ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവന്റെ അധരം സ്തുതിയാൽ നിറഞ്ഞു. നീയോ പൈതലേ, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്താൽ രക്ഷാപരിജ്ഞാനം കൊടുക്കുവാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് തന്റെ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. വർഷങ്ങളുടെ പ്രാർത്ഥന ഉത്തരമായി മാറുമ്പോൾ ഈ പൈതൽ ആളുകൾക്ക് അത്ഭുതമായി. ദൈവീക കൃപയുടെ ഒരു പുതിയ അനുഭവം, ദൈവീക പദ്ധതിയുടെ അനുഭവങ്ങൾ നമ്മെ ആരാധനയിലേക്ക് നയിക്കട്ടെ. ഹൃദയത്തിൽ നിന്ന് നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.